ഹലോ എവരിബഡി, ഞാൻ റീസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് വൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പാചകം ചെയ്യാൻ പോകുന്നത് സാമ്പാർ, അതായത് ഒരു പച്ചക്കറി മാത്രം ഉപയോഗിച്ചുള്ള സാമ്പാർ. ഇത് ഞാൻ പാചകം ചെയ്യാൻ പഠിച്ചത് എൻ്റെ തമിഴിയൻ ഫ്രണ്ട് സുലോചനയിൽ നിന്നാണ്. ഇതിനുള്ള ചേരുവകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 150 ഗ്രാം അരഹർ ദാൽ, അതായത് സാമ്പാർ പരിപ്പ്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്, അതായത് 2 മണിക്കൂർ ഞാൻ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തു. ഇത് 4 മീഡിയം സൈസ് ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചോപ്പ് ചെയ്യാം. ഇത് 4 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് ലേഡീസ് ഫിംഗർ 150 ഗ്രാം. ഇത് ഡ്രം സ്റ്റിക്ക് 150 ഗ്രാം. ഇത് ഉപ്പ്, മഞ്ഞൾ, ആവശ്യത്തിനുള്ള എണ്ണ. പരിപ്പ് ഞാൻ കഴുകിയെടുത്തു. ഇതിലേക്ക് ഞാൻ ഈ തക്കാളി ഇടുന്നു, സവാള ഇടുന്നു. സവാളയ്ക്ക് പകരം കേരളത്തിലൊക്കെ കിട്ടുന്ന ചെറിയ ഉള്ളി ഉപയോഗിക്കുകയാണ് ആണെങ്കിൽ അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കാണും. 1 ടീസ്പൂൺ ഉപ്പിടുന്നു. അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇടുന്നു. 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നു. ഇന്ന് ഞാൻ പാചകം ചെയ്യാൻ പോകുന്നത് മുരിങ്ങക്ക സാമ്പാറും വെണ്ടയ്ക്ക സാമ്പാറുമാണ്. അപ്പം ഈ മുരിങ്ങക്ക 150 ഗ്രാം പാത്രത്തിലിട്ടു. ഇതിലേക്ക് ഞാൻ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിക്കുന്നു. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടുന്നു. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നു. എന്ത് ഓയിൽ വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കണം. ഈ ടോട്ടൽ സാമ്പാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 സാമ്പാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 20 to 25 മിനിറ്റ്സേ എടുക്കത്തുള്ളൂ. എണ്ണ ചൂടായി നമുക്ക് വെണ്ടയ്ക്ക ഇതിലേക്കിടാം. ഇനി നമ്മളിത് കണ്ടിന്യൂസ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. വെന്ത് ആ ഇഴച്ചലൊന്ന് മാറിയാൽ മതി. ശരിക്കും ഡീപ് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതങ്ങ് മൂടി വയ്ക്കാം. നമ്മുടെ പരിപ്പ് നല്ലപോലെ തിളച്ചു. നമുക്കിനി ഈ സീറ്റി ഇട്ട് വിസിൽ വെച്ചിട്ട് നമുക്ക് 1 സീറ്റി വരുത്തണം വരെ വെയിറ്റ് ചെയ്യാം. 1 സീറ്റി വന്നാൽ മതി, കാരണം നമ്മൾ 2 മണിക്കൂർ സോക്ക് ചെയ്ത ദാലായതുകൊണ്ട് ഇത് വേഗം. 1 സീറ്റി വന്നു. നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്യാം. മസാല ഞാൻ ഉപയോഗിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, സ്വല്പം ഒരു 1/4 ടീസ്പൂൺ കായം. ഈ സാമ്പാറിന് ഏറ്റവും രുചി തരുന്നത് മല്ലിപ്പൊടിയും കായവും ഉലുവാപ്പൊടിയാണ്. ഇത് കുറച്ച് കരിവേപ്പില, ഉപ്പിൻ്റെ ആവശ്യം വന്നാൽ ഒരു കുറച്ച് ഉപ്പ്, കടുക് വറുക്കാനുള്ള എണ്ണ. കടി ഞാൻ വെളിയിലെടുത്തില്ല, അന്നേരം എടുക്കും. ഇത് എൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ പൗഡർ എന്ന് വേണേൽ പറയാം. അതായത് സാമ്പാറിന് കൊഴുപ്പ് വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉറദ് ദാലും അരഹർ ദാലും ചനാദാലും ഒരു കുറച്ച് അരിയും കൂടെ, അത് അളവ് പറയുകയാണെങ്കിൽ 100 ഗ്രാം ചനാദാലും 50 ഗ്രാം അരഹർ ദാലും 50 ഗ്രാം ഉറദ് ദാലും 50 ഗ്രാം അരിയും കൂടെ വറുത്ത് പൊടിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വറക്കാം. അതായത് ആദ്യം നിങ്ങൾ ചനാദാലിടുക, അതിനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. ചനാദാലിട്ട് ഒരു 15 സെക്കൻഡ് കഴിയുമ്പം അരഹർ ദാലിടുക, അത് കഴിഞ്ഞിട്ട് ഉറദ് ദാലിടുക, അതും കഴിഞ്ഞിട്ട് അരി ഇടുക. എന്നിട്ട് നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഞാൻ തണുത്ത് കഴിയുമ്പോൾ ഇത് പൊടിച്ച് വെച്ചു. ഇത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു ഇതെന്നാ ബേസിൻ്റെ പൊടിയാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ബേസിൻ പൊടിയല്ല, ഞാൻ സാമ്പാറിൽ തിക്നെസ് വരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന
പൊടിയാണിത്. എല്ലാ സാമ്പാറിലും ഇത് ഇടണമെന്നില്ല. ഇഫ് യു ആർ യൂസിങ് കദ്ദു, അതായത് മത്തങ്ങ സാമ്പാറിൽ ഇടുകയാണെങ്കിൽ ഈ പൊടി ഇടേണ്ട ആവശ്യമില്ല. മത്തങ്ങ സാമ്പാറിന് നല്ല കൊഴുപ്പ് തരും. മുരിങ്ങക്കായ ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഈ പരിപ്പിൻ്റെ, അതായത് ഈ കുക്കർ ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ഇപ്പം നമുക്കിത് തിറക്കാൻ പറ്റത്തില്ല. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് തിറന്ന് ഇനി അതങ്ങ് മിക്സ് ചെയ്താൽ മതി. മാക്സിമം ടൈം ഇതിനെടുക്കുന്നത് 25 to 30 മിനിറ്റ്സേ ഉള്ളൂ. 25 to 30 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് 2 സാമ്പാർ തയ്യാറാക്കാം. കുക്കറ് തണുത്തു. നമുക്ക് ഈ പരിപ്പും തക്കാളിയും സവാളയും എല്ലാം കൂടെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമ്മൾ ഈ മുരിങ്ങയ്ക്കകത്തേക്ക് ഇതിൻ്റെ പകുതി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഗ്യാസ് ഓൺ ചെയ്യുന്നു. നമുക്കിനി ഇതൊരു 3 to 5 മിനിറ്റ്സും കൂടെ വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് വെച്ചതിലേക്ക് ഒഴിക്കുന്നു. ഗ്യാസ് ഓൺ ചെയ്യുന്നു. ഇത് നമ്മൾ ഒരു 3 to 5 മിനിറ്റ്സ് ഈ പച്ചക്കറിയും പരിപ്പും കൂടെ ഒന്ന് വേകട്ടെ. മീൻവെയിൽ നമുക്കിതിനുള്ള മസാല ഉണ്ടാക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ചു. ഇനി നമുക്ക് ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായവും കൂടെ മിക്സ് ചെയ്യുന്നു. എണ്ണ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കടുകിടണം. എണ്ണ ചൂടായെന്ന് തോന്നുന്നു. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിടാം. ഗ്യാസ് ഓഫ് ചെയ്യുന്നു. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഈ മസാല എല്ലാം കൂടെ ഇതിലേക്ക് ഇടുന്നു. ഇതിൽ ഞാനൊരു സ്വല്പം വെള്ളം ഒഴിക്കുന്നു. മൂന്ന് മിനിറ്റായി നമ്മുടെ വെണ്ടയ്ക്ക സാമ്പാറായി. ഉപ്പും പുളിയും നമുക്കൊന്ന് നോക്കാം. പുളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം. പുളി എൻ്റെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്വല്പം പുളി ഒഴിക്കാം. ഒരു 1/2 സ്പൂൺ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടാം. കാരണം ഡ്രം സ്റ്റിക്കിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്. വെണ്ടയ്ക്കായിൽ നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് ഈ മസാല ഉണ്ടാക്കി വെച്ചത് ഇതിൻ്റെ പകുതി ഇതിലോട്ട് ഒഴിക്കാം. ഈ സാമ്പാറിന് ആവശ്യത്തിന് തിക്നെസ് ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ആ ദാലെല്ലാം കൂടെ വറുത്ത് പൊടിച്ച് വെച്ച മിക്സർ ഇതിൻ്റെ അകത്ത് ഇടുന്നില്ല. ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. ഇറ്റ് ഈസ് പെർഫെക്റ്റ് സാമ്പാർ. അവസാനം ഗ്യാസ് ഓഫ് ചെയ്യുന്നു. കരിവേപ്പില ഇടുന്നു. മൂടി വയ്ക്കുന്നു. വെണ്ടയ്ക്ക സാമ്പാർ ഈസ് റെഡി. ഇനി നമ്മുടെ മുരിങ്ങക്കായിലേക്ക് നമ്മൾ ഈ മിക്സർ ഉണ്ടാക്കി വെച്ചത് ഇടുന്നു. ഉപ്പും പുളിയും ഒന്ന് നോക്കാം. ഉപ്പുണ്ട്. പുളി ഒരു സ്വല്പം ഒഴിക്കാം നമുക്ക്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. ഉപ്പും പുളി എല്ലാം പാകമാണ്. നിങ്ങൾക്ക് കായത്തിൻ്റെ രുചി ഇഷ്ടം ഉള്ളവരാണെങ്കിൽ, ഒത്തിരി ഇടുന്ന ഇഷ്ടമുള്ളവരാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെയും ഇടാം. എൻ്റെ ഈ
പരിപ്പ് പൊടിയുടെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല, കാരണം എൻ്റെ 2 സാമ്പാറിനും നല്ല തിക്നെസ് ഉണ്ട്. ഇനി ഞാനിത് കരിവേപ്പില ലാസ്റ്റിലിടും. ഗ്യാസ് ഓഫ് ചെയ്യുന്നു, കരിവേപ്പില ഇടുന്നു, മൂടി വെക്കുന്നു. അപ്പം നമ്മുടെ സാമ്പാർ ഈസ് റെഡി. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക സാമ്പാറും മുരിങ്ങക്ക സാമ്പാറും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.